ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് പണികളെ കുറിച്ചാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ സത്യത്തിൽ എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. വേറെ ഒന്നല്ല, എനിക്ക് സാധാരണ കടം മേടിച്ച് കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ട് തീരെ താല്പര്യമില്ല. ഞാൻ ഇപ്പോൾ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ പോലും അത്യാവശ്യം റേറ്റ് ഉള്ള സാധനമാണെങ്കിൽ അതിന് എത്ര റേറ്റ് വരും എന്നൊക്കെ കണ്ട് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് ബഡ്ജറ്റ് ചെയ്ത് ക്യാഷ് സെറ്റാക്കി ഫുള്ള് ക്യാഷിലാണ് ഞാൻ മേടിക്കുള്ളൂ. അതാണ് എനിക്ക് താല്പര്യം. അല്ലാണ്ട് നമ്മളൊരു ആളുടെ നിന്ന് പെട്ടെന്ന് കടം മേടിച്ച് കാര്യങ്ങൾ നടത്തുക അല്ലെങ്കിൽ EMIക്ക് സാധനങ്ങൾ എടുക്കുക, അതൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം വേറെ ഒന്നുമില്ല, ക്യാഷ് ഈസ് കിങ്. അല്ലാണ്ട് നമ്മൾ കടം മേടിച്ച് കാര്യം നടത്തുന്നതുകൊണ്ട് നമ്മുടെ തലവേദന കൂട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലേയും. നമ്മുടെ ഒരു ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് മേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പല ആൾക്കാർ ഈ പറഞ്ഞ മാതിരി EMIക്ക് ആവശ്യമില്ലാണ്ട് ഫോണിന് EMI, വണ്ടി മേടിക്കുക EMI, അതൊക്കെ ചെയ്യുന്നത് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്രെഡിറ്റ് കാർഡും സത്യത്തിൽ എടുത്തേരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ മാതിരി ഞാനിപ്പോൾ എമർജൻസി ഫണ്ടും ഈ പറഞ്ഞ മാതിരി ബാങ്കിൽ പകുതി, മ്യൂച്വൽ ഫണ്ടിൽ പകുതിയൊക്കെയാണ് ഇട്ട് വയ്ക്കുക. അപ്പോൾ ഞാൻ എമർജൻസി എൻ്റെ മെയിൻ അക്കൗണ്ട്, എനിക്ക് 3 അക്കൗണ്ട് ഉണ്ട്. അതിൽ ഒരെണ്ണം ഫെഡറൽ ബാങ്ക്, പിന്നെ സാലറി അക്കൗണ്ടായിട്ട് HDFC ഉണ്ട്, പിന്നെ SBIയിൽ അക്കൗണ്ട് ഉണ്ട്. അപ്പം ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുക ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് തന്നെയാണ്. മറ്റേ സാലറി അക്കൗണ്ട് ഈ പറഞ്ഞ സാലറി വരും, നമ്മൾ ഫെഡറലിലേക്ക് മാറ്റുക, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഈ പറഞ്ഞ മാതിരി കുറച്ച് ഞാൻ അക്കൗണ്ട് എടുത്തിട്ട് കുറേ കാലമായി. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് അവർ ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ച് ഈ അടുത്ത്. അപ്പോൾ ആദ്യമൊന്നും ഞാനത് മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഓഗസ്റ്റ് 16 വരെ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫർ ഉണ്ട്. അവരുടെ സിഗ്നെറ്റിൻ്റെ കാർഡാണ്. സിഗ്നെറ്റിൻ്റെ തന്നെ ഏറ്റവും ഫസ്റ്റത്തെ ലെവൽ കാർഡാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞത്. അത് 10,000 രൂപ ലിമിറ്റ്, അതേമാതിരി ഇത്ര പോയിന്റ്സ് റിവാർഡ്സ് കിട്ടും നിങ്ങൾക്ക്, അങ്ങനെ ഇത് എന്ന് പറഞ്ഞു. പിന്നെ ലൈഫ് ടൈം ഫ്രീ ആണ്, വേറെ ഫീസൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യമൊന്നും നമ്മൾ കാര്യമാക്കിയില്ല. പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെ മെസ്സേജ് വന്നപ്പോൾ ഓക്കെ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ എന്നാൽ ഒന്ന് നോക്കി നോക്കാം. കാരണം നമ്മൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കണ്ടേ പോലും. ഈ പറഞ്ഞ ഈ ക്രെഡിറ്റ് കാർഡ് ആ മേഖലയ്ക്ക് ഞാൻ അധികം പോയിട്ടില്ല. എന്നാൽ പോലും എനിക്കറിയാം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പോയിന്റ്സ് കിട്ടും, അത് കിട്ടും. പക്ഷേ അത് വേറൊരു രീതിയിലേക്ക് നമ്മൾ ഓവറായിട്ട് സ്പെൻഡിങ് പോയാൽ, ഞാൻ എന്തായാലും അത് സ്പെൻഡിങ് ഓവറായിട്ട് പോവില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. പക്ഷെ പല ആൾക്കാരും ഈ പറഞ്ഞ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ സത്യം ചെയ്യുന്ന ഒരു തെറ്റ് അത് തന്നെയാണ്. ഭയങ്കരമായിട്ട് ഓവർ സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പല കാര്യങ്ങളും പല ആൾക്കാരും ഇപ്പോഴും അവരുടെ ജീവിതം മുന്നോട്ട് ഓരോ മാസം കൊണ്ടുപോകുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഓടിച്ചിട്ട് തന്നെയാണ്. പക്ഷെ അത് വളരെ ഡേഞ്ചറാണ്. നിങ്ങൾ എത്രമാത്രം റോൾ ചെയ്ത് കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ പോലും സത്യമായിട്ട് ഒരു ഡേഞ്ചറസ് പ്ലേ ആണ്. അത് പലരും മനസ്സിലാക്കണില്ല. സത്യം നിങ്ങൾക്ക് ക്യാഷ് മര്യാദയ്ക്ക് മാനേജ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് ക്രെഡിറ്റ് കാർഡൊക്കെ എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത ആൾക്കാരെ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഞാൻ ക്രെഡിറ്റ് കാർഡ് എടുത്താൽ പോലും ആ ക്രെഡിറ്റ് കാർഡിന് 10,000 രൂപയാണ് ലിമിറ്റ്. എൻ്റെ 10,000 രൂപ എന്തായാലും എൻ്റെ ഒരു അക്കൗണ്ടിൽ മിക്ക ടൈമിലും ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10,000 രൂപ ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പോയാൽ പോലും എനിക്കത് തിരിച്ച് ബില്ല് വന്നാൽ അത് അടയ്ക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്നാൽ ഓക്കെ ക്രെഡിറ്റ് കാർഡ് എടുക്കാം എന്നുള്ളൊരു നിലയിലെത്തി. അല്ലാണ്ട് ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ക്യാഷ് മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് ഇങ്ങനെ ഞാനപ്പോൾ ആലോചിച്ചപ്പോൾ എന്നാൽ എടുത്താലോ, എന്തായാലും ഫ്രീ ആയിട്ട് തരണല്ലേ. അപ്പോൾ നോക്കി നോക്കാം. കാർഡും കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ അവൻ്റെ ഓഫീസിൽ അത്യാവശ്യം ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് അറിയുന്ന 2 പേരുണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ചു എനിക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് അവർ തരാമെന്ന് വേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എടുക്കണോ വേണ്ടതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നല്ല കാർഡാണ്, ഫെഡറൽ ബാങ്കിൻ്റെ നല്ല കാർഡാണ്, കാര്യങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ നോക്കി നോക്കാം. അപ്ലൈ ചെയ്യാനും വളരെ ഈസി. വാട്സപ്പിൽ 4-5 മെസ്സേജ് ഇട്ട സാധനം ആക്ടിവേറ്റ് ആയി. കാർഡൊക്കെ ഓൾറെഡി അത് ഭയങ്കര സീംലെസ് പ്രോസസ്സാട്ടോ. എനിക്ക് ഏകദേശം ഒരു കാർഡ് കിട്ടാൻ 5-10 മിനിറ്റിൻ്റെ ആവശ്യം ഉണ്ടായുള്ളൂ. പെട്ടെന്ന് തന്നെ പരിപാടി ആക്റ്റീവായി. കാർഡ് പിന്നെ മറ്റേ ലെറ്ററിൽ വരാൻ കുറച്ച് ദിവസം പിടിച്ചു. എന്നാൽ പോലും യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റി. എനിക്ക് മറ്റേ ഗൂഗിൾ പേ ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റി. അപ്പോൾ കാർഡ് എടുക്കുമ്പോൾ ഞാൻ കണ്ടത് ഇത്ര റിവാർഡ് പോയിന്റ്സ് ഉണ്ട്, ബില്ലടയ്ക്കണതിന് 2x എന്തോ അങ്ങനെ 1 2x 3x അങ്ങനെ റിവാർഡ് പോയിന്റ്സ് ഉണ്ട് ഓരോരോ കാര്യങ്ങൾക്ക്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി ബില്ലടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡെയിലി ഓരോ ഫുഡ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പോണേ. അതിന് പകരം ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ കുറച്ച് നല്ല കാര്യമല്ലേ. ക്രെഡിറ്റ് പോയിന്റ് കിട്ടും. ആ ക്രെഡിറ്റ് പോയിന്റ് നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കാം. അതേമാതിരി ഇതിൽ മറ്റേ ബുക്ക് മൈ ഷോയിൽ ഒരു ടിക്കറ്റ് മേടിച്ച് ഒരു ടിക്കറ്റ് ഫ്രീ
അതിന് ഇത്ര സ്പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ അങ്ങനെ എന്തായാലും ഞാൻ ഈ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് ഓക്കെ എന്നാൽ എടുക്കാമെന്ന് വിചാരിച്ച് അപ്ലൈ ഒക്കെ ചെയ്തു. സാധനം ആക്റ്റീവായി കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ഞാൻ ചെയ്തൊരു അബദ്ധത്തെ പറ്റിയിട്ട് മനസ്സിലായത്. സത്യത്തിൽ ആ സിഗ്നറ്റിന്റെ കാർഡ് റുപേ കാർഡായിരുന്നു. അപ്പോൾ നമ്മളെ ഗൂഗിൾ പേയിൽ നമുക്ക് ബില്ല് അടയ്ക്കണമെങ്കിലും അതേമാതിരി ഈ പറഞ്ഞ മാതിരി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റുപേ കാർഡ് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ ബില്ല്, കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, ഫോൺ റീചാർജ് ഒന്നും നമുക്ക് റുപേ കാർഡ് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതിൽ മാസ്റ്ററും വിസിയും മാത്രമാണ് നമുക്ക് ആ കാർഡ്, ആ 2 കാർഡ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ബിൽ പേയ്മെന്റ് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അത് സത്യത്തിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളത് വിചാരിച്ചാണ് ഞാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തത്. പക്ഷെ അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് എനിക്കൊരു കിട്ടിയൊരു പണിയാണ്. അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്, അല്ലാണ്ട് ബാങ്കുകാർ പറയാത്തതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അവർ ചെയ്ത ചതിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഇത് എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് പറ്റിയൊരു പണിയാണ്. അതേമാതിരി തന്നെ ഞാൻ ക്രെഡിലെ അക്കൗണ്ട് എടുക്കാം, ക്രെഡിറ്റ് കാർഡ് കിട്ടിയില്ല, ക്രെഡിലൊക്കെ അക്കൗണ്ട് എടുക്കാന്ന് വിചാരിച്ച് ക്രെഡിലെ അക്കൗണ്ട് എടുക്കാൻ പോയപ്പോഴാണ് ക്രെഡിറ്റ് സ്കോർ ഈ പറഞ്ഞ, ഞാൻ വിചാരിച്ചത് ക്രെഡിറ്റ് കാർഡ് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ആക്ടിവേറ്റ് ആവും, അല്ലെങ്കിൽ ഒരു ഉപയോഗമൊക്കെ കഴിയുമ്പോൾ ആക്ടിവേറ്റ് ആവുന്നതാണ്. പക്ഷേ 2 months എത്ര എടുക്കും എന്നൊക്കെ ഞാൻ കണ്ടു. അപ്പൊ സത്യത്തിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ടും ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കാത്തതുകൊണ്ടും പറ്റിയൊരു പ്രശ്നമാണ് എനിക്ക് ഈ പറഞ്ഞ മാതിരി പണി കിട്ടിയത്. സത്യത്തിൽ ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഞാൻ ഉദ്ദേശിച്ച ഉപയോഗം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കടയിൽ പോയിട്ട് QR കോഡ് സ്കാൻ ചെയ്താൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാം. അല്ലാതെ ബില്ലടയ്ക്കാനോ ഞാൻ വിചാരിച്ച കാര്യങ്ങൾക്ക് ഒന്നിനും ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. എന്നാൽ പോലും ഞാൻ ഈ പറഞ്ഞ കടയിൽ പോകുമ്പോൾ സ്കാൻ ചെയ്തിട്ട് ഈ പറഞ്ഞ ക്യാഷ് അടക്കിയിട്ടുണ്ട്. ആ ക്യാഷ് എന്തായാലും ഞാനൊരു 10,000 ആണ് എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് വന്നേക്കണേ. ഞാൻ ചില സ്ഥലത്ത് കണ്ടു 30,000 മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സ്കോറൊക്കെ പെട്ടെന്ന് കയറും, ബില്ല് എമൗണ്ട് അത്രയും മാത്രം വെക്കുകയാണെങ്കിൽ. അപ്പോൾ അത്ര മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ കാർഡ് ഉപയോഗിച്ച് ചെയ്യണുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് മന്ത് ആണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് ഞാൻ കുറേ നോക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് മൊത്തം റിസർച്ച് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ പണിമാരി കിട്ടും. ഞാൻ റുപേ കാർഡിനെ കുറിച്ചുള്ള കാര്യം മാത്രം ഞാൻ നോക്കിയില്ല. ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞ മാതിരി കാർഡ് കിട്ടി കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്ത് ബില്ല് അതൊക്കെ അടയ്ക്കാം, ഇത്ര റിവാർഡ് കിട്ടും, റിവാർഡ് പെട്ടെന്ന് കയറും, ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ അത് ഞാൻ കൃത്യമായിട്ട് നോക്കാത്തതുകൊണ്ട് പറ്റിയ മിസ്റ്റേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ മാതിരി കാർഡ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കുക. ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ പേയിലൊക്കെ ചെയ്യാനാണെങ്കിൽ അതിൽ ഏതൊക്കെ കാർഡ് പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഇതുമാതിരത്തെ പണികൾ നമുക്ക് കിട്ടും. നമ്മൾ ഉദ്ദേശിച്ച മാതിരി നമുക്ക് കാർഡ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് എത്തും ഇപ്പം എൻ്റെ മാതിരി. അപ്പോൾ ഇപ്പം ഞാൻ അത്യാവശ്യം ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എനിക്ക് കിട്ടുന്ന ഒരു അറിവ് നിങ്ങൾക്കും പകരാൻ വേണ്ടി നമുക്ക് അങ്ങനത്തെ വീഡിയോസ് നമുക്ക് എന്തായാലും ചാനലിൽ ഇട്ട് തുടങ്ങാം. സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ലാണ്ട് ഇതെല്ലാം ഫിനാൻസ് റിലേറ്റഡ് പറയുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കാർഡ് നല്ല കാർഡുകൾ സജസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ഒരു കാർഡ് എടുക്കാൻ തീരുമാനിക്കുന്നില്ല, എന്നാലും നല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ മാറ്റത്തെ റേറ്റൊക്കെ ഫീസും കാര്യങ്ങളൊക്കെ കുറവുള്ള കാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പം എന്തായാലും നോക്കി തുടങ്ങാം. എൻ്റെ ക്യാഷ് എന്തായാലും എമർജൻസി ഫണ്ടിൽ വെച്ച് അത് വെച്ചിട്ട് ഞാൻ കളിക്കുള്ളൂ. പിന്നെ ഈ പറഞ്ഞ കാര്യം എന്നോട് ഓഫീസിലത്തെ പിള്ളേർ പറഞ്ഞപ്പോഴും എനിക്കൊരു കുറച്ച് ഉപകാരം ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് എടുത്തു വെക്കണേ നല്ലതാണെന്ന് തോന്നി. കാരണം പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഒരിക്കലും പോയി പറഞ്ഞാൽ ഈ സ്റ്റോക്ക് വിറ്റിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മ്യൂച്വൽ ഫണ്ട് വിറ്റിട്ടൊന്നും പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത ടൈം. കാരണം മാർക്കറ്റൊക്കെ എൻ്റെ മിക്ക പൈസയും മാർക്കറ്റിലാണ് കിടക്കണേ. അപ്പോൾ അത് എടുക്കാൻ ടൈം എന്തായാലും കിട്ടും. ആ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ച് അത്രയും വലിയ ഹൈ ലിമിറ്റ് ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ അത് വെച്ച് റോൾ ചെയ്ത് തൽക്കാലം പെട്ടെന്ന് ഒരു എമർജൻസി വരിക, ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഓക്കെ ക്രെഡിറ്റ് കാർഡ് എടുത്തു വയ്ക്കാൻ നല്ലതാണ്. ഞാനൊരു എമർജൻസി വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് റോൾ ചെയ്യാൻ വേണ്ടി ഇതുകൊണ്ട് പറ്റും എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഓക്കെ എന്നെടുത്ത് ഒന്ന് ലിമിറ്റൊക്കെ കൂട്ടി വരാം. നന്നായിട്ട് യൂസ് ചെയ്താൽ പിന്നെ ക്രെഡിറ്റ് സ്കോറിൽ നമ്മുടെ കൂടില്ലോ, അത് നല്ലൊരു കാര്യമല്ലോ ഭാവിയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ മാതിരി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാർഡ് സജസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ പറയുക. പിന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടുമ്പോൾ കാണാം.